ഇതിൽ 290 രൂപ റീചാർജ്, ബാക്കി വണ്ടി കാശ് വെച്ചു. അപ്പോൾ ഹോസ്റ്റൽ ഫീസോ? അതപ്പോ ഞാൻ ശനിയാഴ്ചക്ക് ഇപ്പോൾ ഇട്ടേക്കാം. ഇട്ടേച്ചാ മതി. പിന്നെ ചെന്നത്തെ വിളിച്ചോക്കും ചെയ്യണം കേട്ടോ. വെച്ച് തിരുമാതെ കൊടുത്ത് വിടുകൂട്ടിച്ചാ നിനക്കത് പറയാ. പറയിച്ചാ 2300. ആണ്ടൊക്കെ പോകണേ. ഓ അവളന്മാരൊക്കെ ഇന്നലെ തന്നെ പോയിന്ന്. വയസ്സായ ഒരു അമ്മച്ചിയുണ്ട്, 2 ദിവസം നിന്നേച്ച് പോകാൻ പറഞ്ഞാൽ ഒരുത്തിക്കും കഴിയത്തില്ല. എന്നും അവൾമാരുടെ ഉപദേശത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല. അവരുടെ അവസ്ഥ അതല്ലേ. ആനന്ദ വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിയന്മാരെ അല്ല. പിന്നെ ഇനിയുള്ള കാര്യം ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എനിക്ക് അതിനകത്ത് ഒരു പരാതിയില്ലെന്ന്. എല്ലാവർക്കും അവരുടെ തിരക്കിലൊട്ടിച്ചാ പോയേക്കുവാണോ? ആ കൃഷി ഓഫീസർ ഒന്ന് പോണേ. എത്രയായിട്ടാ കൂട്ടി അവർക്ക്? വില വ്യത്യാസമൊന്നുമില്ല, കഴിഞ്ഞ ആഴ്ചത്തെ വില തന്നെ. എടാ, ഇതുവരെയുള്ളവരുടെ നിരീക്ഷണത്തിൽ മാതൃസസ്യവുമായിട്ട് ബന്ധമുള്ള വേറെ ഒരു ചെടിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ ഞാനും എന്നെ സാറ് ചെയ്യണ്ടേ? നീ ഇനി ഒന്നും ചെയ്യണടാവേ. നമ്മളിത് നമ്മുടെ പാമ്പാടുംപാറയിലുള്ള സ്പൈസസ് ബോർഡിന്റെ റിസർച്ച് സെന്ററിൽ അയച്ച് ഇതിന്റെ ഓയിൽ കണ്ടന്റും കൂടെ ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ പാകം ഓക്കെ ആയി. അപ്പൊ സാറിന് എന്നെ അറിയിച്ചാൽ മതി. ശരി, ഞാൻ അറിയിക്കോ. എന്നടാ കൂട്ടു സാർ? മരത്തിന് പുറകിലെ സേഫായി. ചുമ്മാ ആരാ? ഓ അവന് തലയ്ക്ക് ഓളം വന്നേ. ഓ പേടിച്ചു പോയി ഞാൻ. ഞാനും. ഇത് കണ്ടോ ഒരു കോള്? ഒരു 496. പിന്നെ കുറെ മെസ്സേജും വരുന്നുണ്ട്. ഹായ്, ഹലോ, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞു. നീ ഒന്ന് റിപ്ലൈ കൊടുത്ത് നോക്കിയേ. എന്നാത്തിന്? ചുമ്മാ ആരാന്നൊക്കെ അറിയാലോ. ഓ അതിന്റെ ആവശ്യമില്ല. പുതിയ ലൈരങ്ങാനും സെറ്റായാലോ ഒന്ന്. മാറിക്കേ. എന്നാ വെച്ചി? എന്നാന്നേ ഇന്ന് നിന്റെ കാശ്. ബെച്ചി എന്നാന്ന്? ബെച്ചി ചുമ്മാ ഇരുന്ന്. എന്നാ എനിക്ക് വേണ്ട. ബെച്ചി നീ അതവിടെ വെച്ചാൽ നിനക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനുള്ളതല്ലേ. എന്റെ ബെച്ചി നീ ചുമ്മാ ഇരുന്നേന്നേ. ബെച്ചി ചുമ്മാ കളിക്കില്ല, ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. എനിക്ക് വേണക്കൊന്നുമില്ല, എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ആ ബെച്ചി പോവല്ലേന്ന് അവിടെ ഇരിക്കുന്നു. ബെച്ചി ഞാൻ പറയുന്നത് നീ അവിടെ ഇരുന്ന്. ഞാൻ പോവാ. ഞാൻ എന്നാ ചെയ്തിട്ടാന്നേ? എന്നെ കോട്ടയത്ത് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിട്ടോ? അത് ആ പബ്ജി ഗെയിമും കളിച്ചോണ്ടിരിക്കണ നീ കട ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റാത്തോണ്ടല്ലേ. എന്നാ വല്ല ഉത്തരവാദിത്വം. എനിക്ക് സാറ് പറഞ്ഞ കാര്യത്തിൽ അത്ര നടപടിയാണ് തോന്നില്ല. എടാ, ഇന്നത്തെ കാലത്ത് കൃഷിക്കാരെല്ലാം കെട്ടി തെങ്ങ് ചാവുക. അപ്പോഴാണ് നിന്റെ ഒരു കണ്ടുപിടുത്തം, അതും ജൈവം. എന്റെ പൊന്നടാവേ, ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ആൾക്കാർ ചെയ്യാത്ത എന്നാന്ന് വെച്ചാല് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്ങുവിലയിട്ട് എടുക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ഇതെന്നാ ഇവിടെ ഇവിടെ എന്നാ നടക്കണേ? ഒന്നുമില്ല, ബെച്ചി ചെറുതായിട്ട് ഒരു ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാന്ന് വിചാരിച്ചു വന്നാ. ഉണ്ണിയപ്പത്തിന്റെ അല്ല, നീ എന്നാ വെച്ചോടുങ്ങനെ? നീ കോട്ടയത്തേക്ക് പറഞ്ഞല്ലേ? ഇല്ല ഏട്ടായി, ഞാൻ വന്നപ്പോഴത്തേനും ബസ് പോയി. ഇനി 15 അടുത്ത ബസ്സുള്ളൂ. എന്നിട്ട് നീ അത് അപ്പച്ചായ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ ഞാൻ വിളിച്ച് പറയട്ടെ, നീ ബസ് നോക്കി വിടുന്നത് പെട്ടെന്ന്. അപ്പച്ചായ അവന്ന് പോയിട്ടുണ്ടാവൂല. പറയില്ല ഏട്ടായി, ഞാൻ അപ്പച്ചയുടെ പോയിന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പരിപാടി ഇവിടെ നടക്കുന്നത്? ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നു. ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് മതി മതി, നീ കിടന്ന് ഉരുളണ്ട. എനിക്ക് മനസ്സിലായി എന്നെ നടക്കുന്നുണ്ട് ഇവിടെ. കൊച്ചേ, ബസ് കേട്ട് അപ്പച്ചായ വിളിച്ച് പറഞ്ഞോളാം. എന്നാ ഉണ്ണിയപ്പം നിനക്കുള്ള വന്നിട്ട് ആഹാ, അപ്പൊ അകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുവായിരുന്നോ? ഇതാടാ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്യുന്നു പറഞ്ഞത്. വേറെ നല്ല ഒന്നുണ്ടോ? എന്റെ തനി കൊണ കണ്ടേനോ. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് ഞാൻ ഇവരോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പ്രശ്നം വന്നാൽ ഞാൻ തൂങ്ങൂലടാവേ, അതും പെണ്ണ് കേസ്. എടാ, പിള്ളേരല്ലേ ഓരോ പ്രായത്തിന്റെ ഇതൊക്കെ. ഇതൊന്നും ഒരു പ്രായത്തിന്റെ അല്ല, ഇത് കാർന്നോക്കന്മാരുടെ നോട്ടക്കുറവിന്റെ. എന്റെ വിചാരം ഉണ്ടായി ആ കൊച്ചിനെ ബസ് കയറ്റി വിട്ട് പോയാൽ പറഞ്ഞു. നീ തുറന്ന് കിച്ചിക്കപ്പം അങ്ങോട്ട് പിടിച്ചേ. ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞിരിക്കണം. ഇത് വെച്ചോ, നല്ല മധുരമുള്ള സബർജല്യ. പുള്ളിക്കാരനങ്ങനെ അപ്പച്ചനോട് വിളിച്ചു പറയല്ലോ. ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള. പുള്ളിക്കാരനങ്ങനെ പറയാൻ സാധ്യതയില്ല. സ്ലീവാച്ചിന്റെ അരിഞ്ഞാണ്ടില്ല തുറന്ന് പേടിക്കണ്ട. മോളെ, ഇവിടെ ആളുണ്ടോ? ഇല്ല. ഇത് വെച്ചോ, ഞാൻ വിളിക്കാം. ഉറപ്പായിട്ട് കുട്ടീച്ചനെ വിളിച്ചു പറയണം. നീ ആ പുള്ളിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണേ. പുള്ളി ഇതെല്ലാം അറിയണ്ടോ? അതിനൊക്കെ എൻ്റെ അപ്പച്ചൻ എന്നാ സ്ട്രിക്റ്റ് ആയിരുന്നറിയോ? നീ എന്നാ ഒന്നും മിണ്ടായിരിക്കണേ? നീ വിചാരിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല, ഭയങ്കര ഗൗരവമുള്ള വിഷയ.
കറക്റ്റാ. ആ കണ്ടോ, നിനക്കത് കിട്ടി. മറ്റേ 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 അമ്മച്ചി അങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല, ഇവിടെ ഇല്ല. അങ്ങോട്ടൊക്കെ പറയാതെ പോകുന്നേ. ആ ശരി, ഞാൻ വിളിച്ചു നോക്കട്ടെ. ആ വിളിക്കാം. അമ്മച്ചേ 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 അമ്മച്ചി 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 എന്നാ പറ്റി? അമ്മച്ചി നോക്കിയേ അമ്മ അമ്മച്ചി അമ്മച്ചി അമ്മ അമ്മച്ചി അമ്മച്ചി ഓ കർത്താവേ. അമ്മച്ചി എന്നാ പറ്റി? അമ്മച്ചി അമ്മച്ചി നോക്കിയേ. അമ്മച്ചി എന്നാ പറ്റി? അമ്മച്ചി അമ്മച്ചി എന്നാ പറ്റി? എടാ എന്തിയാടാ അമ്മച്ചി എന്തിയേ? ഞാൻ നോക്കുമ്പോ അമ്മച്ചി അടുക്കളയിൽ ബോധമില്ലാണ്ട് കിടക്കോടി. അയ്യോ അമ്മച്ചി എന്നാ പറ്റി അമ്മച്ചി? ഒന്നുമില്ല മക്കളെ, തലയൊന്ന് കറങ്ങിയതാ. തല വല്ലോടത്ത് പിടിച്ചോ? ഇല്ല. നമുക്ക് ആശുപത്രി പോയാലോ? വേണ്ട ഇല്ലേ, ആ ഗുളിക ഇങ്ങെടുത്തേ. ഇപ്പൊ എടുക്കാം അമ്മച്ചി. നീ എവിടെ പോയി കിടക്കുവായിരുന്നോ കുട്ടായി? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സുഖമില്ലാത്ത അമ്മച്ചിയെ തനിച്ചാക്കി അങ്ങ് പോവരുതെന്ന്. ഒന്നെങ്കിൽ നീ സന്ധിക്ക് മുമ്പ് വീട്ടിലെത്തണം, അല്ലെ വീട്ടിലാണുണ്ടാവണം. അതെങ്ങനാ? എത്ര പറഞ്ഞാലും നിന്നെ തലയിൽ കയറത്തില്ലല്ലോ. ഇന്നലെ അമ്മച്ചി കുറെ നേരം ആ തറയിൽ തണുപ്പിടിച്ച് കിടന്നു പോകുന്നത്. ഇല്ലെന്നേ, സന്ധ്യ വരെ ലില്ലി ഉണ്ടായിരുന്നു അവിടെ. ആ ചെറുക്കനൊറ്റയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞ അമ്മച്ചി തന്നെ പറഞ്ഞു വിട്ട്. ഞാനാണ് ആ സമയത്ത് സിറ്റിലോട്ടും പോയി. എന്നാലും കോയിച്ചടാ, ആ കിടപ്പൊന്ന് കണ്ടായിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരാളുമ്പോഴുള്ള വീടായിരുന്നടാ നമ്മുടെ. ഇപ്പം അമ്മച്ചി ഒറ്റയ്ക്ക്, കൂട്ടിനൊരാൾ പോലും ഇല്ലാതെ. വല്ലാത്തൊരവസ്ഥ തന്നെയാടാ അത്. കാരണവന്മാരെ നോക്കാൻ പറ്റില്ല, പിന്നെ എന്നെ കൊണ്ടെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. അതൊക്കെ അവനോ തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. ചക്ക അതിന്റെ ഇപ്പുറത്തോട് ഇട്ടേ അച്ചായ. ഞെടുപ്പെടുത്താൻ കിട്ടണ്ടേ? ഇപ്പുറത്ത് മാറി വലിച്ചോ. എന്റെ മാതാവേ, ഈ അച്ചായന്റെ കാര്യം ഇത് മുറുകുന്നില്ലല്ലോ അച്ചായ, കെട്ട മുറുകുന്നില്ലല്ലോ. നീ വഴക്കമുള്ള ഒരു വഴക്കിച്ച് രണ്ടെണ്ണം മറിച്ചോണ്ട് വന്നു അവിടുന്ന്. ഇവനെന്നെ രാവിലെ വരുന്നത് കേട്ടോണ്ടിപ്പോ വാക്കത്തി കഴിഞ്ഞു പോയടാ. എന്നാണോ വിശേഷം? ഇതെന്നോട് ഈ കൊക്ക മുഴുവൻ പനിച്ചു പോയല്ലോ. ഈ പനിയും മരപ്പെട്ടിയായിട്ട് ഒന്നും കിട്ടാനിടാവേ, നഷ്ടമാ. നീ ടൗണിൽ പോയില്ലേ? കുറച്ച് തുറിച്ചടിക്കാൻ പറയാൻ പാടില്ലായിരുന്നു. ആ ഓണച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഞായറാഴ്ച പമ്പ് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. നീ ചുമ്മാ അറിയണ്ട. ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു കുഴൽ വാങ്ങിക്കാൻ എത്ര നാളായിട്ട് ഞാൻ പറഞ്ഞ കുടിച്ചാ. നീ എന്നാ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നേ? പറയണേ. എനിക്ക് കെട്ടണം കുട്ടിച്ചോ. എന്നാ കെട്ടിക്കോ. ഇതല്ല, ആ പെണ്ണ് കെട്ടണമെന്ന്. ആന ഇപ്പം അങ്ങനെ ഒരു തോന്നലേ. കുറെ ആലോചിച്ചു, എന്നാലും വീട്ടിലൊരാൾ വേണമെന്ന്. എടാ മാനെ, നിനക്ക് നല്ല എത്ര കല്യാണക്കാരെ ഞാൻ കൊണ്ടുവന്നാ. നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞ മാറ്റിവിട്ടില്ലേ? എടാ ഒരു 6 മാസം മുമ്പ് കോതമംഗലത്ത് നിന്ന് നിനക്കൊരു മിടുക്കി പെണ്ണിൻ്റെ ആലോചന കൊണ്ടുവന്നാ. അപ്പം നീ എന്നാ പറഞ്ഞു? ചാച്ചനെ അമ്മച്ചിനെ നോക്കാൻ ഞാനുണ്ട്, പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നില്ലെന്ന്. അതപ്പോഴല്ലേ. ഇപ്പോഴെന്തെങ്കിലും നല്ല കസ്റ്റഡിയുണ്ടെങ്കിൽ പറ, പെട്ടെന്ന് ഇറങ്ങണം. അതിനാ പെങ്കുച്ചിനെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ ഓരോരു പെങ്കുച്ചിനെ അവിടെ കിട്ടും. പിന്നൊരു കാര്യം, എനിക്ക് ഒരുപാട് കണ്ടോടക്കാനൊന്നും പറയത്തില്ല. മതിടാ, എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്നവരണം വേണ്ടേ? എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ല കാര്യമായിപ്പോയി. എന്നാണേലും എല്ലാവരും പറഞ്ഞ പരാതി അങ്ങ് മാറ്റേ. വള്ളേം തേടി അതിന് അവൻ സമ്മതിക്കണ്ടേ കുട്ടിയച്ച? അവൻ സമ്മതിച്ചമ്മച്ചി. ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു.
അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു. അച്ഛന്റെ പെങ്ങടെ മോളാ, അംഗവാലിക്കാരാ, നല്ല മിടുക്കത്തി പെങ്ങോച്ചാ, പറഞ്ഞു കൊടുക്കച്ചു. അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ. കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്കമാലിൽ താമസിക്കുന്നത്. ഈ മോളുടെ പപ്പ, അതായത് അളിയൻ, കൊച്ചിന് ചെറുപ്പത്തിലെ മരിച്ചു പോയതാ. അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് തളർന്നെടുക്കുക. ഈ മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല. ഈ ആങ്ങളെ കൊച്ചു എന്നായി വെച്ചാ? അവനും ഭാര്യയും ഗൾഫിലാ, നേഴ്സുമാരാ. ഇപ്പോൾ ഒരു നാട്ടിലുണ്ട്. അതിൻ്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കൊച്ചിന്റെ പേരെന്നാച്ചാ? റിൻസിന്നാ. നമ്മുടെ സ്ലീവാച്ചിന് ചേരും. ആണ് കുട്ടിയച്ചാ, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. അവനെയും കൂട്ടി ഒന്ന് പോയി കാണ്. റിച്ചാർഡേ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ആപ്പ് ഇപ്പൊ കേസിലത്. ചുമ്മാ അന്വേഷിക്കാതി പയ്യന്റെ വീട്ടിലെ സെറ്റപ്പ്. പിന്നെ ഒറ്റ മോനാ. അല്ലാതെ അവരും രക്ഷപ്പെടുമോ നോക്കട്ടെ. ബാക്കിയുള്ള ഞാൻ സംസാരിച്ചില്ല കേട്ടാ. അതെന്താന്ന് വെച്ചാൽ കണ്ടറിഞ്ഞിട്ട് റെൻസ് മുകളിൽ കൊടുക്കാനുള്ള എന്താ വെച്ചാൽ കൊടുക്കും. അത് ഓർത്ത് ടെൻഷൻ വേണ്ട. നമ്മുടെ കാര്യോ നിക്ക്. ആ പോയിട്ട് വരാം. ശരി, വിട്ടാലോ? പോവാം. പിടിച്ചു. അപ്പൊ കാണാം. അപ്പനെ വിളിച്ചോളട്ടെന്നാ. ഓക്കെ. ആ ശരി. ഹലോ, റിച്ചാർഡല്ലേ? അതെ. ആ, ഞാൻ കുട്ടിച്ചനാണ്. ആ, നമ്മുടെ എൽദോസ് അച്ഛൻ പറഞ്ഞേച്ച് പെണ്ണ് കാണാൻ വരുന്നവരാ. ഞങ്ങളിപ്പോ ഇത് അങ്കവാലിയല്ലടാ. ആ, ഞങ്ങളിപ്പോ അങ്കവാലി എത്തി. ഇനിയിപ്പോ അങ്ങോട്ട് വരേണ്ട വഴിയൊന്ന് കൃത്യം ഒന്ന് പറഞ്ഞുതരാമോ? അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടേ വലത്തേക്ക് ബി റോഡ് റോട്ടിൽ കയറിട്ടൊന്ന് വിളിച്ചാൽ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ശരി. ആരെ വിളിച്ചേ? എൽദോസച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു പൈൻ്റെ കാര്യം. ആ പൈനും കൂട്ടും വന്നിട്ടുണ്ട്. LF എത്തി. അവരോട് വരാൻ പറ, അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്നിട്ടോ? എന്നിട്ടെന്താ, 2 ദിവസം കഴിയുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് വിളിച്ചു പറഞ്ഞാ പോരെ? പരിപാടി കഴിഞ്ഞോണ്ട് ഇറങ്ങിയ കേട്ടോ. ആ, അതെ അതെ. ആ, കൊച്ചല്ലേ റിച്ചാർഡ്? ആ, കുട്ടിച്ചൻ. അതെ. ആ, പയ്യൻ ഇത് തന്നെ. വായോ. അതെ, അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് താത്തേക്ക് വന്നേ. നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് വിടറാ. ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന്? ഹൈ, വന്ന് 2 ഒക്കെ സംസാരിക്കും. ഒരു അപ്പം കൂടെ ഉണ്ട്. ഒന്ന് വന്നെണ്ട്. ഞാൻ കുട്ടിച്ചൻ. എൽദോസ് അച്ഛൻ്റെ പള്ളിയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഇത് സ്ലീവാച്ചൻ. എന്തായിരുന്നു കൃഷിയാ. കൃഷി എന്ന് പറയുമ്പോൾ? കൃഷി എന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ. റബ്ബറാ മെയിൻ. പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി, തെങ്ങ്, കവുങ്ങ്, കൊക്കോ, എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു 65 ഏക്കർ ഇവൻ്റെ പേർക്കുള്ള. പിന്നെ നമ്മുടെ കല്ലാര ടൗണിൽ ഒരു 3 നില കെട്ടിടമുണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തേക്കുക. ശരിക്കും ആ വാടക മതി. നീ ആണോ കുത്തുന്നത്? ഉള്ളതല്ലേ പറഞ്ഞ്. പിന്നെ ഇവൻ്റെ മൂത്തങ്ങൾ 4 പെണ്ണുങ്ങളാണ്. അവരെ അപ്പാപ്പൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടു. ഇപ്പം ഇവനും അമ്മച്ചി മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടെ താമസിക്കാനായിട്ട് മേലാണ്ടിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. ആ, പറഞ്ഞായിരുന്നു. ഒന്ന് കാണാൻ പറ്റൂ? പിന്നെന്താ, കാണാലോ. ഇവര് നമസ്കാരം. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ ഒരുപാടുണ്ടോ അമ്മച്ചി? മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെൻറ്റാ. കുഴപ്പമില്ല, ഫിസിയോതെറാപ്പിക്ക് ഉള്ളതാ. ഇപ്പം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അല്ലേ? ഇതന്നെ ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിയിട്ടേക്കണേ. ഈ മേലാത്തൊരു കിടക്കണ മുറി ഉണ്ടല്ലോ, എപ്പോഴും നല്ല വായുസഞ്ചാരം ഉണ്ടാവണം. ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരുന്നേ. നോക്കിയേ, അല്ലേ അമ്മച്ചി? മോനെ ഏതാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ സ്ലീവാ. അമ്മച്ചിയുടെ മോളെ പെണ്ണാണാൻ വന്നാ ഹൈ റേഞ്ചിൽ നിന്ന്. ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്തെ? കരുവാളിച്ചിട്ടുണ്ടല്ലോ കാല്. ആ, അമ്മച്ചി ഇപ്പൊ അറിയണ്ടോ? ഇല്ല. ആ, രക്തോട്ടം ഇല്ലാത്തതിന്റെ. നമ്മുടെ ഈ തൊട്ടാവാടി ഇല്ല അമ്മച്ചി, തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിയും ഇച്ചിരി ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി. രക്തം നല്ല സൂപ്പറായിട്ട് ഓടും. അത് നമ്മുടെ അവിടെ കിട്ടുന്ന പോലെ ഇവിടെ കിട്ടിയല്ല. ആണോ? നമ്മുടെ അവിടെ പറമ്പ് ഒത്തുക. ഞാൻ വേണേ അല്ലെങ്കിൽ കുറച്ച്, അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നേ. എന്നാ സുഖമെന്നറിയോ? നല്ല ശുദ്ധ വായുവും വെളിച്ചവും. അവിടെ വരുമ്പോ തന്നെ അമ്മച്ചിയുടെ പകുതി അസുഖം മാറുന്നേ. എൽദോച്ച മോന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്താ പിന്നെ അമ്മച്ചി കിടന്നു, ഞങ്ങൾ ഇറങ്ങിക്കുക. 20 രൂപ അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയേ. അയ്യോ, ഇറങ്ങല്ലേ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ. ആന്റിയെ
ദേ ചായ കാപ്പി ഒന്നും എടുക്കല്ലേ, ഞങ്ങൾ വഴിയിൽ കുടിച്ചേച്ചാ വന്നേ. ഏയ് ഒരു ഗ്ലാസ് വെള്ളമെല്ലാം കുടിച്ചിട്ട് വന്നേ. ഒന്നുമില്ലെങ്കിലും പെണ്ണ് കാണാൻ വന്നല്ലേ, അതല്ലേ എനിക്ക് മര്യാദ. എടാ നിൽക്കുന്നതാ മച്ച, എന്തായാലും മാറ്റിയെടുത്ത് സംസാരിക്കണേ സംസാരിച്ചോ. ഓ എനിക്കങ്ങനെ മാറ്റി നിർത്തി പറയാനൊന്നുമില്ല. ഇതുപോലൊരു അമ്മച്ചി എൻ്റെ വീട്ടിലുണ്ട്. ആ അമ്മച്ചിയെ പൊന്നുപോലെ നോക്കിയേച്ചാൽ മതി. ഇതാ ശ്രീവാച്ചൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾ സ്വന്തക്കാരും ബന്ധക്കാരും ഒരു തീരുമാനമാക്കിയിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞേച്ചാൽ മതി. ശരി എന്നാ. നീ ആദ്യം ചോദിക്കണേ. എന്നാടി എന്നാ എന്നാ മച്ചി? ചാച്ചാ പെണ്ണ് എങ്ങനെയുണ്ട് ചാച്ചാ? ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു. കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ നമ്മുടെ ഇവിടെ ആരെപ്പോലെ ഇരിക്കും? മുടിയുണ്ടോടാ? മുടി മുടി കാണും. പൊക്കമുണ്ടോ? പൊക്കം ഞാൻ അങ്ങനെ നോക്കില്ലെന്നേ. അപ്പൊ നീ ഇതൊന്നും നോക്കിയില്ലേ? പിന്നെ നീ എന്നാ കാണാൻ പോയതാ? അമ്മച്ചി ആ ഫോൺ എടുത്താ കുട്ടിയച്ഛനൊന്ന് വിളിച്ചേ, അപ്പൊ അറിയാനുള്ള കാര്യം. അമ്മയൊന്നും ഉണ്ടായിരുന്നേ, ചാച്ച പറയട്ടെ. പറയാച്ചാ. ദേ അമ്മച്ചി, ഇവന് പെണ്ണ് കണ്ട് പരിചയമില്ലാത്താണേ. ഇവന്റെ ഇഷ്ടം മാത്രം നോക്കരുത്. നമ്മളെല്ലാവരും കൂടെ പോയി പെണ്ണ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തീരുമാനിച്ചാൽ മതി. അതല്ലേ ചേച്ചി, എന്റെ ഇഷ്ടത്തിനോട് ഒരു വിലയില്ലേ? അതുകൊള്ളാലോ. നീ ഒന്നും മിണ്ടാതിരി, അവൻ ഇഷ്ടപ്പെട്ടോന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഇവിടെ കുട്ടായി വൈകുന്നേരം അച്ഛൻ വിളിച്ചായിരുന്നു, അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന്. നമുക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ബന്ധം നടത്താന്നാ പറഞ്ഞേ. ഓ പിന്നെ ഞങ്ങളുടെ നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് കൂടെ ഒന്ന് അറിയണ്ടെന്നേ. ഡി നീ ആ ഫോൺ എടുത്ത് ആന്റിമാരി ഒന്ന് വിളിച്ചേ. കൊച്ചേ നീ അമ്മയെ വിളിച്ചോണ്ട് വീട്ടിൽ പോ. നീ വിളിയടി. കുട്ടായി പെണ്ണിന്റെ ആൾക്കാരൊക്കെ എങ്ങനെ ഉണ്ടടാ? അമ്മച്ചി എന്നോടൊന്നും ചോദിക്കണ്ട. എന്നാന്ന് വെച്ചാൽ അവളെ തീരുമാനിക്കട്ടെ, ഞാനൊന്നും പറയാനുള്ളൂ. മുടിയുണ്ട്, പക്ഷേ വലിപ്പം കുറവാണോടി. എനിക്ക് തോന്നുന്നു ചെറുതാണ്. നീ ഒന്ന് നോക്കിയടി. ഏയ് എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. ആവശ്യത്തിന് വണ്ണോ നല്ല നിറവും കുട്ടായിക്ക് തരും. ഫോട്ടോയെ കണ്ടിട്ടൊന്നും അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലെന്നേ. ജോഡിച്ചാൻ ഫോട്ടോ കണ്ടപ്പോൾ എന്നാ കളറായിരുന്നു. അതെ അതെ. ഞങ്ങൾ മറ്റന്നാൾ, അതായത് ഈ വരുന്ന 27-ാം തീയതി ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഡ്രൈവറടക്കം 9 പേരേ ഉണ്ടാവത്തുള്ളൂ. അതെ അതെ അതെ, അത് അച്ഛൻ്റെ വരെ നടക്കും തോന്നുന്നില്ല. അദ്ദേഹം ധ്യാനത്തിൻ്റെ തിരക്കിലാണല്ലോ. ഉവ്വ ഉവ്വ. ഞങ്ങൾ എന്തായാലും വിളിച്ചിട്ടേ വരത്തുള്ളൂ. ഹലോ, ഞാനേ നമ്മുടെ ഗോപിയുടെ വീട്ടിലിരിക്കുക. വന്നോ? എടി പിന്നെ നമ്മുടെ കടപ്പളാമറ്റത്തെ നമ്മുടെ ശ്രീവാസനുണ്ടല്ലോ, അവന് പെണ്ണ് കിട്ടിയടി. ഷൈനിയാ. എന്നാ മേടിച്ചാടി കെട്ടുന്നേ? ഒന്നും മേടിക്കുന്നില്ല എടുത്തി, മോന്റെ ഇഷ്ടേ നോക്കിയുള്ളൂ. ഓ എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയേക്കുവാ. ചേട്ടത്തി ഇരിക്കുവാണെങ്കിൽ ഇച്ചിരി പുഴുക്ക് കഴിച്ചേച്ചു പോവാം. യോന്റെ ഒന്നു കുഞ്ഞേ വേണ്ട, പെട്ടെന്ന് എന്നില്ലേ അവള് കിടന്ന് ബഹളം വെക്കും. ഞാൻ കല്യാണം വിളിക്കാൻ വീട്ടിലേക്ക് വരണ്ടേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതെന്നാ നിന്റെ മുഖത്തൊരു തെളിച്ചയില്ലാത്ത? ഓ കല്യാണത്തിന്റെ ഇനി എന്നൊക്കെ ചെയ്താലോ? അതെ അതെ അതെ. എന്നാലേ ഇനി നീ വിട്ടോ, ഞാൻ പൊക്കോളാം. ഓ ഹലോ ഹലോ, ആരാ? ഞാൻ ഷൈനിയാണോ? അല്ല, ഞാൻ റിൻസിയാ. ഓ ഒരു മിനിറ്റ് ഞാൻ വെച്ചിട്ട് കൊടുക്കാവേ. ആരാ മോനെ? അങ്കമാലി. ഹലോ. മോളെ ഈ പോത്തിന്റെ കാര്യം എന്നാ ചെയ്യുന്നത്? പോത്തിന്റെ കാര്യം നമുക്ക് താഴെ ഉപ്പൊന്ന് ഭാഗമല്ലേ, അങ്ങോട്ട് പോയാൽ പാടത്ത് വളർത്തുന്ന നല്ല സുന്ദരം പോത്തിനെ കിട്ടും. ഒരു 2 മേടിച്ചങ്ങ് നിർത്താം നമുക്ക്. നമ്മുടെ വിവാഹോരുക്ക് ധ്യാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ദാമ്പത്യ സ്നേഹം, ദാമ്പത്യ വിശ്വസ്തത, ഇവയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുക. ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ലൈംഗികത എന്താണെന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒത്തിരിയേറെ തെറ്റായ ധാരണകൾ, അബദ്ധധാരണകൾ ഒരുപാടുണ്ട്. വിവാഹത്തിന് മുമ്പ് ലൈംഗികതയിൽ ഏർപ്പെടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിസ്റ്ററെ?
വളരെ നല്ല ചോദ്യമാണ്. എന്താണ് മോന്റെ പേര്? മോൻസൺ. ഇരിക്കൂ. വിവാഹ ജീവിതത്തിന് വെളിയിൽ ലൈംഗികത ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റാണ്. ആ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള ഒന്ന് വരാം. ആ ശ്രീവാച്ച, കിട്ടുമ്പോൾ സാറാണല്ലോ അല്ലേ? വൈദികന്റെ മുമ്പാകെയുള്ള ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ മുമ്പാകെയാണ് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഓർമ്മയിൽ വരുന്ന പാപങ്ങൾ ഇപ്പോഴും ഏറ്റുപറയും. അച്ചോ, ഞാൻ ഇന്നേ വരെ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒരാളെ കൊണ്ടും ഇങ്ങോട്ട് മാറിക്കണം സ്ലീവാച്ച എന്നോ പറയാനുള്ള ഒരു ഇടം ഞാൻ കൊടുത്തിട്ടില്ല. അതെനിക്കറിയാലോ സ്ലീവാച്ച. പക്ഷെ ഞാനിപ്പോൾ ഒരു ഭയങ്കര മനപ്രയാസത്തിലാണ് അച്ചോ. എന്താ നിന്റെ പ്രശ്നം? പറഞ്ഞേ. അച്ചോ, ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തെറ്റായ രീതി കണ്ടിട്ടില്ല. ഒരാളോട് മോശമായ രീതി പെരുമാറിയിട്ടുമില്ല. അതാണോ നിന്റെ പ്രശ്നം? അത് അച്ഛൻ അറിയാൻ മേലാഞ്ഞിട്ടാ. നിസ്സാര കാര്യമല്ലെന്ന്, ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. എന്നാ നീ പറഞ്ഞു എന്നെ? അച്ചോ, ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിനെപ്പറ്റി ഒരു ധാരണയില്ല. ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലം പറിക്കുമെന്നേ. അത്രയ്ക്കേ ഉള്ളൂ. ഇതൊരു നിസ്സാര കാര്യം സ്ലീവാച്ച. കല്യാണം കഴിക്കാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കുമുള്ളൊരു പേടിയായത്. ആണിനുണ്ട് പെണ്ണിനുണ്ട്. ഇതൊരു തോന്നലാ. ഒന്നിച്ച് താമസിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി മാറും. സ്ലീവാച്ച, നിന്നെ പോലുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ കുറവാണ്. എൻ്റെ റെൻസിക്ക് നിന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. നീ ഇപ്പം ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങ. സങ്കീർത്തനം 112 അധ്യായം 2 പ്രാവശ്യം വായിച്ച് നീ വിശുദ്ധ കുർബാന അനുഭവിക്കുക. ഞാൻ പ്രാർത്ഥിച്ചോളാം.